ശ്രീ മോഹൻ വർഗീസ്, ഇന്ത്യയിൽ അഭയം തേടിയാലും ഷെയ്ഖ് ഹസീനയ്ക്ക് രക്ഷയില്ല എന്ന തരത്തിൽ നേരത്തെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു, ഉടനെ തന്നെ ഇന്ത്യ അവരെ കൈമാറണമെന്നതടക്കമുള്ള ആവശ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഒന്ന് വിലയിരുത്താൻ കഴിയുക? ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ പ്രവാസത്തിലുള്ള ഷെയ്ഖ് ഹസീനയെ ഇന്ത്യൻ സർക്കാർ വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ ബംഗ്ലാദേശിലെ നിയമവ്യവസ്ഥയ്ക്ക് വിധേയരാക്കി വധശിക്ഷ വധിക്കാനാവൂ. യഥാർത്ഥത്തിൽ ഇന്ത്യ യാതൊരു രീതിയിലും അങ്ങനെ ഒരു നിലപാടെടുക്കും എന്ന ഒരു സൂചനയും ഇപ്പോഴില്ല. കാരണം ബംഗബന്ധു ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹസീന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയങ്കരിയായ ഒരു നേതാവായിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം എക്കാലത്തെയും നല്ല നിലയിലായിരുന്നു. പക്ഷേ ബംഗ്ലാദേശിനുള്ളിലെ ചില ശക്തികൾ ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുകയും സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് എന്ന രൂപത്തിൽ 2024 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അരങ്ങേറിയ വൻപൻ പ്രക്ഷോഭം, അതിനെ തീർച്ചയായും ഗവൺമെന്റ് ഒരു സ്ഥിരതയുള്ള ഗവൺമെന്റ് എന്ന നിലയിൽ ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനായി ശക്തി ഉപയോഗിച്ചു, ഫോഴ്സ് ഉപയോഗിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ 1400ഓളം പേരാണ് അന്ന് മരിച്ചത് എന്നതാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട്. അതനുസരിച്ച് ക്രൈം അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി, മാനവികതയ്ക്കെതിരെയുള്ള വലിയ കടന്നുകയറ്റം എന്ന രീതിയിലുള്ള കുറ്റമാണ് ഷെയ്ഖ് ഹസീനയ്ക്കും അന്നത്തെ ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ എതിരെ ഉന്നയിച്ചിട്ടുള്ളത്. അങ്ങനെ 3 പേരെ തൂക്കിക്കൊല്ലാനുള്ള വിധിയാണ്, അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ഷെയ്ഖ് ഹസീനയുടെ കാര്യം പറയുമ്പോൾ ഷെയ്ഖ് ഹസീന അവസാന നിമിഷങ്ങളിൽ തന്റെ പ്രവാസത്തിലാകുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് അനുഭവിച്ചത്. പെട്ടെന്ന് അവിടുത്തെ സൈനിക മേധാവി തന്നെയാണ് വിമാനം അറേഞ്ച് ചെയ്ത് ഇന്ത്യയിൽ പറന്നിറങ്ങുകയായിരുന്നു. അതുമുതൽ തന്നെ ഇന്ത്യയിൽ വളരെ ശാന്തമായി ജീവിക്കുകയും ഈ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂവിലൂടെ ബംഗ്ലാദേശിലെ കാര്യങ്ങൾ തുറന്നു പറയുകയും അവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥിതി തന്നെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. പുതിയ ഭരണകൂടം നല്ല ഇമേജുള്ള ഒരാളാണ് അതിന്റെ തലപ്പത്ത്. മുഹമ്മദ് യൂനിസ്, നൊബേൽ ലോറിയറ്റ് കൂടിയായ മുഹമ്മദ് യൂനിസ് നേതൃത്വം നൽകുന്ന ഇടക്കാല ഒരു സംവിധാനം, അതിന്റെ ഉപദേശകൻ മാത്രമാണ് മുഹമ്മദ് യൂനിസ്. ഒരു തെരഞ്ഞെടുപ്പിലൂടെ ബംഗ്ലാദേശിൽ പുതിയ ഒരു ഭരണകൂടം അധികാരത്തിൽ എത്തുന്നതിന് ന്യായമായ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ആവശ്യമാണ്. അവിടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി മാത്രമല്ല, ഷെയ്ഖ് ഹസീന പ്രതിനിധാനം ചെയ്യുന്ന അവാമി ലീഗിന് മത്സരിക്കാനുള്ള അനുവാദവും അന്തരീക്ഷവും ഉണ്ടാകണം. കാരണം ബംഗ്ലാദേശിന്റെ ജനതയുടെ ഒരു നല്ല ഭാഗം ഷെയ്ഖ് ഹസീനയെ വിശ്വസിച്ച് അല്ലെങ്കിൽ മുജിബുർ റഹ്മാന്റെ പിന്തുണക്കാരായിരുന്നു. കാരണം ഈ വിഭജന കാലത്ത് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് വിട്ടുപോകുന്നതിന് കാരണമായത് മുക്തിവാഹിനിയുടെ പോരാട്ടമാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ നിർലോഭമായ സഹകരണവും അന്നുണ്ടായിരുന്നു എന്നത് ഒരുപക്ഷെ ചരിത്രത്തിന്റെ ഭാഗമായി ദംഗലിപികളിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അന്ന് മുതൽ തന്നെയുള്ള അതിശക്തമായ ഇന്ത്യയുമായുള്ള ഒരു ബന്ധം ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരിക്കലും നിരാകരിക്കാനാവില്ല. അതുകൊണ്ട് എക്സ്ട്രഡിഷൻ, ബംഗ്ലാദേശുമായി കുറ്റവാളികളെ കൈമാറ്റം ചെയ്യാനുള്ള എക്സ്ട്രഡിഷൻ സംവിധാനം ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ യാതൊരു രീതിയിലും നടപ്പാകാൻ ഒരു സാധ്യതയും ഈ ഘട്ടത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് വിധിക്കൊരു അക്കാഡമിക സ്വഭാവം മാത്രം. വധശിക്ഷ വിധിച്ചു എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിലെ കോടതി സംവിധാനത്തിന് തങ്ങൾ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ ആള് സ്ഥലത്തില്ലാത്തത് കൊണ്ട് നടപ്പാക്കാനാവില്ല എന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അല്ല എങ്കിൽ വ്യക്തമായ കാരണങ്ങൾ ഇന്ത്യയെ ബോധിപ്പിക്കാൻ ബംഗ്ലാദേശിന് കഴിയണം. ഷെയ്ഖ് ഹസീന വിട്ടുകിട്ടപ്പെടേണ്ട ആളാണ് എന്ന് ഇന്ത്യയെ ബോധിപ്പിക്കാൻ കഴിയണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായ ഒരു രാഷ്ട്രീയ മാറ്റത്തിൽ സ്ഥാനചലനം മാത്രം സംഭവിച്ച ഒരാളാണ് ഷെയ്ഖ് ഹസീന. അതുകൊണ്ട് ഇന്ത്യ അങ്ങനെ ഷെയ്ഖ് ഹസീനയെ കൈയൊഴിയുന്ന ഒരു നിലപാടെടുക്കാനുള്ള സാധ്യതയില്ല. നോക്കൂ, അവിടെ ഈ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു നയതന്ത്ര ബന്ധമുണ്ടല്ലോ, അത് ഈ ഷെയ്ഖ് ഹസീനയുടെ പിതാവിന്റെ കാലഘട്ടം മുതലേ ഉള്ളതാണ്. അപ്പോൾ അവരുടെ രാജ്യത്ത് ഇവർ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി സ്വാഭാവികമായിട്ടും ഇവരെ വിട്ടുകിട്ടണമെന്നുള്ള ഒരു ന്യായമായ ആവശ്യം ബംഗ്ലാദേശ് ഉന്നയിക്കാനുള്ള സാധ്യതയില്ലേ? കുറ്റാരോപിതയായിരുന്നു. ഈ കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസം 2024 മുതൽ നാളിതുവരെ ഷെയ്ഖ് ഹസീനയെ നിരന്തരമായി ആഭ്യന്തരമായി ഹസീനയുടെ പിന്തുണക്കാരെ, പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെ അവാമി ലീഗിന്റെ പ്രവർത്തകരെയും നേതാക്കളെയും നിരന്തരമായി മുഹമ്മദ് യൂനിസ് ഭരണകൂടം വേട്ടയാടിയിരുന്നു. ഇതിലെ ഇന്ത്യ വ്യക്തമായി കണ്ടതാണ്. അത് മാത്രമല്ല, ഇന്ത്യ വിരുദ്ധമായ ഒരു സ്പേസ് ബംഗ്ലാദേശിൽ വികസിച്ചു വന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി ചില സംഘടനകളും ശക്തികളും പ്രവർത്തിക്കുന്നതും കണ്ടതാണ്. അതുകൊണ്ട് ഷെയ്ഖ് ഹസീന എന്നത് വേറിട്ട് കാണുന്നത് ബംഗ്ലാദേശുമായി ഊഷ്മളമായ ബന്ധം ആഗ്രഹിക്കുമ്പോഴും ഷെയ്ഖ് ഹസീനയുടെ വിഷയത്തിൽ ഒരുപക്ഷെ ദലൈലാമയോട് ഇന്ത്യ എടുത്ത നിലപാട് തന്നെ ആയിരിക്കാം ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിലും. ചൈനയ്ക്ക് അനഭിമതനായി കാണുന്ന ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയ്ക്ക് 1959 മുതൽ ഇന്ത്യ അഭയം നൽകിയിരിക്കുകയാണ്.